എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഒഴിച്ചിടാൻ പോകുന്ന ഒരു സീറ്റ് പാലക്കാടായിരിക്കും. പാലക്കാട് ഇതിനകം തന്നെ ഇത് സ്ഥാനാർത്ഥി തീരുമാനം രണ്ടാം ഘട്ടത്തിൽ മാത്രം തീരുമാനമെടുത്താൽ മതി. അവിടെ ഏതായാലും രാഹുൽ മാങ്കുട്ടത്തിനെ മത്സരിപ്പിക്കേണ്ട എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രാഥമിക ധാരണകളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംവരണ സീറ്റുകളിലെ ഒരു സ്ഥാനാർത്ഥിത്വം, സിറ്റിംഗ് സീറ്റിലെ ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് ഹൈക്കമാൻഡിനെ അറിയിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് കേരള നേതാക്കന്മാർ എടുത്തിരിക്കുന്നത്. സാധാരണ കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ തലേ ദിവസം പോലും സ്ഥാനാർത്ഥി ആര് എന്നുള്ള ഒരു തർക്കം കേരള ഹൗസ് കേന്ദ്രീകരിച്ച് സാധാരണ നടക്കാറുണ്ട്. ആ തരത്തിലുള്ള തർക്കത്തിലേക്ക് പോകണ്ട. അതിനു മുമ്പ് തന്നെ, ഒരു മാസം മുമ്പ് തന്നെ നിയമസഭാ പ്രഖ്യാപനത്തിന് ഒരു മാസം മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു. വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് നിന്ന് മത്സരിക്കാൻ അവിടുത്തെ സിറ്റിംഗ് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടോ UDF സ്ഥാനാർത്ഥിയായിട്ടോ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ്. കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കാൻ രാഹുൽ പാലക്കാട് ഉണ്ടാവില്ല. രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം, രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ ഒക്കെ വലിയ ചർച്ചകൾ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് രാഹുൽ മത്സരിക്കേണ്ട എന്നുള്ള, അല്ലെങ്കിൽ മത്സരിപ്പിക്കേണ്ട എന്ന് കോൺഗ്രസ് തീരുമാനമെടുക്കുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിലില്ല എന്നുള്ളതാണ്. പാർട്ടിക്ക് പുറത്തുള്ള വ്യക്തിയാണ്. അപ്പോൾ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പാലക്കാട് എന്നല്ല, പാലക്കാടിന് പുറത്തുള്ള എവിടെയെങ്കിലും അതൊരു തിരിച്ചടിയാവുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പോകില്ല എന്നുള്ളതാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിന് UDFനും ഇത്തരത്തിൽ ഓരോ സീറ്റുകളും വളരെ വിലപ്പെട്ടതാണ് എന്ന് കരുതുന്നത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാവില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. കാരണം രാഹുലിനെതിരെയുള്ള ഈ പറയുന്ന ആരോപണങ്ങൾ, കേസുകൾ, പരാതികൾ ഒക്കെ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അത് കോടതിയുടെ പരിഗണനയുള്ളത് കൊണ്ടാണ്. കാരണം കോടതി ഇപ്പോൾ ഒരു തീരുമാനം പറയുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന പരാതികളിലൊക്കെ കോടതി പെടുന്നതിനെ ഒരു തീരുമാനം, രാഹുൽ കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കും, കോൺഗ്രസ് അയാളെ തിരിച്ചെടുക്കും, പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കും. പക്ഷേ അങ്ങനെ ഒരു നടപടി എന്താണെങ്കിലും തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം അതിന് സമയമെടുക്കും. ഈ പറയുന്ന അന്വേഷണങ്ങളും വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ കഴിയണം. അത് കഴിഞ്ഞിട്ട് വേണം രാഹുൽ മാങ്കൂട്ടത്തിനെ വിധി വരാൻ, ഈ പരാതികളിലൊക്കെ വിധി വരാൻ, കുറ്റക്കാരനാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ അതിനെന്താണെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലാവധിക്കുള്ളിൽ അങ്ങനെ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. കാരണം അതിന് സമയമെടുക്കും. നോർമലായിട്ടും അത്തരത്തിലൊരു പ്രൊസീജിയർ ഇത്ര വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിധി വരുന്നതിന് മുമ്പ്, കാരണം ഒരു വിധി വന്നു കഴിഞ്ഞാൽ, കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കോൺഗ്രസിനും രാഹുൽ മാങ്കൂട്ടത്തിനും അതിനെ പ്രതിരോധിക്കാൻ കഴിയും. ഇതിപ്പോൾ അങ്ങനെ ഒരു പ്രതിരോധം തീർക്കാൻ നിലവിൽ കോൺഗ്രസിന് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് വലിയ പ്രതിരോധങ്ങൾ നടത്തേണ്ടി വരില്ല എന്നുള്ളതാണ്. കാരണം കോടതി തന്നെ അവിടെ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റൊരു സംസാരത്തിന് വഴിയില്ല, അല്ലെങ്കിൽ സാഹചര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ നിലവിലുള്ള പരാതികളിൽ കോടതി ഒരു തീരുമാനമെടുക്കുന്നത് വരെ എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ്, കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവ് നടക്കില്ല എന്നുള്ളത്. അപ്പോൾ പാർട്ടിക്ക് പുറത്തുള്ളത് കൊണ്ട് തന്നെ, പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അയാളെ പാലക്കാട്ട് മത്സരിപ്പിക്കേണ്ട എന്ന് കോൺഗ്രസ് തീരുമാനമെടുക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ പാർട്ടി ഒരു മാതൃകാപരമായ നടപടിയെടുത്തു എന്ന് പറയുമ്പോഴും അത് സംഭവം പാർട്ടിക്ക് തന്നെ വലിയ വിഷമം ഉണ്ടാക്കുന്ന രീതിയിലാണ് ആ നടപടി എടുത്തതെങ്കിലും അതൊരു ധാർമ്മികത മുൻനിർത്തിക്കൊണ്ടുള്ള നടപടിയാണ് പാർട്ടി എടുത്തത്, അല്ലേ? പലപ്പോഴും സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചില നിലപാടുകൾ, ചില തീരുമാനങ്ങൾ എടുക്കുന്നത് ചങ്ക് പൊട്ടിക്കൊണ്ടാണ് എന്ന്. ആ നിലപാട് സതീശൻ അങ്ങനെ ചങ്ക് പൊട്ടിക്കൊണ്ടെടുത്ത ഒരൊറ്റ തീരുമാനം ഈ പറയുന്നത് തന്നെയാണ്, രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള നടപടി തന്നെയാണ്. അപ്പോൾ
അങ്ങനെ ഒരു നിലപാട് ചങ്ക് പൊട്ടിക്കൊണ്ട് തന്നെയാണ് എടുത്തത്. പക്ഷേ അത് പാർട്ടി പ്രതിരോധത്തിലാവരുത്, പ്രസ്ഥാനം തളർന്നു പോകരുത്. ഈ പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകര്, കൊടി പിടിക്കുന്ന പ്രവർത്തകര്, അവരുടെ തല കുനിഞ്ഞു പോകരുത്, അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള സമയം ചെലവഴിക്കരുത് എന്നൊക്കെ കരുതിക്കൊണ്ടാണ് അത്തരമൊരു നിലപാടിലേക്ക് സ്വീകരിച്ചത്. അപ്പം നമ്മളതിനെ പിന്തുണയ്ക്കുക. കാരണം ഈ ധാർമ്മികത ഒരു വിഷയം തന്നെയാണ്. അതൊരു പബ്ലിക് ഫിഗർ ആകുമ്പോൾ ധാർമ്മികത ഒരു പ്രശ്നം തന്നെയാണ്. ഈവൻ ഈ പറയുന്ന എന്താ പറയുക, പാർട്ടി നിയമത്തിൻ്റെ, രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ കൺകളിൽ അയാൾ കുറ്റക്കാരനല്ലെങ്കിൽ പോലും ധാർമ്മിക ഉത്തരവാദിത്തം പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ ഒരു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വളരെയധികം അഹോരാത്രം പണിയെടുത്ത വ്യക്തിയാണ്. താൻ പാലക്കാട് നിന്ന് വിജയിച്ച് കയറുമ്പോൾ അയാളുടെ മുന്നിലുണ്ടായിരുന്നത് വെറും 2 വർഷക്കാലം മാത്രം കാലാവധിയാണ്, അല്ലെങ്കിൽ അതിൽ താഴെയുള്ള കാലാവധിയാണ് അയാളുടെ മുന്നിലുണ്ടായിരുന്നത്. എന്നിട്ട് പോലും അയാൾ വലിയ പ്രവർത്തനങ്ങൾ പാലക്കാട് തന്നെ നിയോജക മണ്ഡലത്തിലെ തൻ്റെ വോട്ടർമാർക്ക് വേണ്ടിയിട്ട് അയാൾ വലിയ ഇടപെടലുകളും പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വലിയ പ്രവർത്തനങ്ങളുമായി അയാൾ മുന്നോട്ട് പോകുമ്പോഴും അയാളുടെ ഉള്ളിലുണ്ടായ ഒരൊറ്റ ലക്ഷ്യം എന്ന് പറയുന്നത്, അന്നൊന്നും പരാതികളില്ല, അന്നൊന്നും കേസുകളില്ല, അന്നൊന്നും ആരോപണങ്ങളില്ല, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ അയാൾക്കുണ്ടായിരുന്നത് ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു. ഒരു 5 വർഷക്കാലം കൂടി തനിക്ക് ഇവിടെ വീണ്ടും മത്സരിക്കാൻ കഴിയും, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ അയാൾ അല്ലെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അല്ലെങ്കിൽ ഒരു പൊതു പ്രവർത്തകൻ, ഒരു നേതാവ്, ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അയാൾ 100% വിജയമായിരുന്നു എന്നുള്ളതാ. ആ കാര്യത്തിലൊന്നും ഇവിടെ ആർക്കും തർക്കമില്ല. ഇനി 100ക്ക് മുകളിൽ എന്ന് പറയുന്ന രീതിയിൽ നമ്മളൊരു സാങ്കേതികമായിട്ട് അങ്ങനെ പറയാറില്ല. 100 മുകളിൽ 1% നമ്മൾ പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് 100% അയാൾ ശരിയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ പാളിച്ചകൾ വന്നുപോയി എന്നുള്ളത് അയാൾക്ക് വലിയൊരു ഡ്രോബാക്ക് തന്നെയാണ്. കാരണം അത്രയേ പ്രായമായിട്ടുള്ളൂ, വലിയ പൊട്ടൻഷ്യലുള്ള ഒരു നേതാവാണ്, വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളൊരു നേതാവാണ്, വലിയ താരാപരിവേഷമുള്ള ഒരു നേതാവാണ്, വലിയ സ്വീകാര്യതയുള്ള ഒരു നേതാവാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാണ്. കാരണം അയാൾ പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. ഇപ്പം നമ്മളെല്ലാവരും പല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടെങ്കിലും പാലക്കാട് മത്സരിക്കും, അല്ലെങ്കിൽ മത്സരിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ രാഹുൽ അതിന് തയ്യാറാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം അയാൾ പാർട്ടിക്ക് കോട്ടം പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ പാർട്ടിയെ മറികടന്നുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് രാഹുൽ എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ്. മേ ബി അയാൾ സ്വതന്ത്രനായിട്ട് മത്സരിച്ചേക്കാം, മേ ബി അയാൾ മത്സര രംഗത്ത് തന്നെ ഉണ്ടായേക്കില്ല. ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും നാളെ, അതായത് ശനിയാഴ്ച, രാഹുലിൻ്റെ ജാമ്യാപേക്ഷ വരുന്ന ദിവസമാണ്. ജാമ്യാപേക്ഷയിൽ വിധി വരുന്ന ദിവസമാണ്. ഇനി നാളെ വീണ്ടും മാറ്റി വെക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ് ടു കോടതിയാണ്. പക്ഷേ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ളൊരു ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകും, അയാൾ പാലക്കാട്ടേക്ക് തിരിച്ചെത്തും, അയാൾ വലിയ ഇടപെടലുകൾ നടത്തും, മത്സരരംഗത്ത് ഉണ്ടാകുമെന്നൊക്കെയാണ്. പക്ഷേ ഈ വരുന്ന വാർത്തകൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുണ്ടാക്കുന്നതാണ്, വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. കാരണം കോൺഗ്രസ് ഈ പരാതികൾ ഉണ്ടാവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലാവുന്നതിന് മുമ്പ് പോലും നമ്മൾ കരുതിയത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴെങ്കിലും രാഹുൽ അനുകൂലമായ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുമെന്നുള്ളതായിരുന്നു നമ്മൾ കരുതിയത്. പക്ഷേ അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ് നേതൃത്വത്തിന് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണങ്ങൾ ഇപ്പോൾ കോൺഗ്രസിനെ മാത്രം, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തിയെടുക്കാൻ കാര്യമില്ല. അവിടെയും കോൺഗ്രസ് അധികാരത്തിലെത്തുക എന്നുള്ളതോടൊപ്പം തന്നെ ഒരേ വാല്യൂ നൽകുന്ന കാര്യമാണ് വലിയ വിജയമുണ്ടാകുക എന്നുള്ളത്. അപ്പോൾ ഓരോ മണ്ഡലങ്ങളും അത്രമാത്രം വിലപ്പെട്ടതാകുമ്പോൾ ഒരു പക്ഷേ രാഹുലിനെ മാറ്റി നിർത്തുക എന്നുള്ളതായിരിക്കും കോൺഗ്രസിൻ്റെ മുന്നിലുള്ള വലിയ ഒരു കാരണം. മേ ബി അത് പാലക്കാട്ടെ വിജയത്തെ ബാധിക്കില്ലായിരിക്കാം. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ രാഹുൽ വിജയിച്ച് കയറിയേക്കാം. പക്ഷേ ഇതിൻ്റെ ഇമ്പാക്റ്റ്, മേ ബി അതിൻ്റെ പ്രതിഫലനങ്ങൾ പാലക്കാടല്ലാത്ത മറ്റുള്ള മണ്ഡലങ്ങളിലേക്ക്, കാരണം പാലക്കാട്ടെ ജനതയ്ക്ക് രാഹുൽ മാങ്കൂട്ടം വലിയ സ്വീകാര്യനാണ്.
പക്ഷേ പാലക്കാട് വിട്ടുകഴിയുമ്പോൾ ഈ പറയുന്ന രീതിയിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കി ഒരു ആരോപണം കേസ് വന്നപ്പോൾ അയാളെ പുറത്താക്കി, പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അയാളെ തിരിച്ചെടുത്തു എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് പോകുമോ എന്നുള്ള ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും നേതൃത്വത്തിനുണ്ടാകും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ടിക്കറ്റിൽ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുവാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യം ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്നത് ഇനി രാഹുൽ സ്വതന്ത്രനായിട്ട് വരുമോ, രാഹുൽ മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അവിടെയും ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ്. കാരണം പാർട്ടിയെ മറികടന്നുകൊണ്ട് മത്സരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് രാഹുൽ വരുമെന്നുള്ളത് എനിക്ക് സംശയമാണ്. അതിന് രാഹുൽ തയ്യാറാവില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ബിക്കോസ് രാഹുലിനെ രാഹുലാക്കിയത് പാർട്ടിയാണ്, സ്ഥാനമാനങ്ങൾ നൽകിയത് പാർട്ടിയാണ്, MLA ആക്കിയത് പാർട്ടിയാണ്, എല്ലാം നൽകിയത് പാർട്ടിയാണ്. ഒരു ഘട്ടത്തിൽ പാർട്ടി മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ അയാൾ മാറി നിൽക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് കാണാം. എന്താണെങ്കിലും നാളത്തെ ശനിയാഴ്ചത്തെ ദിവസം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഒരു പക്ഷേ നാളെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് രാഹുലിന് ഈ പറയുന്ന കോൺഗ്രസ് ടിക്കറ്റിൽ തന്നെ കൈപ്പത്തി അടയാളത്തിൽ തന്നെ മത്സരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുമെന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലേക്ക് നമ്മൾ എന്താണെങ്കിലും കാത്തിരിക്കണം. കോടതിയുടെ തീരുമാനം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുശേഷം എന്താണ് എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ സാധിക്കും.